അപ്പോൾ ഈ ആയുർവേദത്തിൽ ഇനിയിപ്പം ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ കാലത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സ്ട്രെസ്സ് മൂലമാണ് ആൾക്കാർ. അപ്പോൾ ഈ സ്ട്രെസ് റിലീഫിന് എന്തെല്ലാം മാർഗങ്ങളാണ് ആയുർവേദത്തിലുള്ളത്? സ്ട്രെസ് റിലീഫിന് പറഞ്ഞാൽ നല്ലൊരു സ്ട്രെസ്സായിട്ട് വരുന്ന ഒരാൾക്ക് നമ്മൾ അവരെ ഒന്ന് കാമാക്കുക. അതായത് അവരുടെ പ്രശ്നം എന്താണെന്നൊന്ന് കേൾക്കാൻ ഒരാളുണ്ടായിരിക്കുക എന്നുള്ളതാണ്. സൊല്യൂഷൻ അതിൻ്റെ ശേഷമുള്ളതല്ലേ. ഒരുപക്ഷെ പലരുടെ സ്ട്രെസ്സ് ഒന്നൊന്ന് തുറന്ന് സംസാരിച്ചാൽ തീരുന്ന കാര്യമായിരിക്കും. ചിലരുടേത് പറഞ്ഞാൽ ആ സ്ട്രെസ്സിൻ്റെ കൂടെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അത് ആ ഒരു തുറന്ന് സംസാരിക്കലിലോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിലോ തീരുന്ന ലെവലിനേക്കാളും ഒന്നുകൂടി ഗ്രേഡ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ ജസ്റ്റ് ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒന്ന് നന്നായി സംസാരിക്കുക, അതിൽ തീരൂല. അപ്പോൾ അവർക്ക് അതിലൊരു തെറാപ്യൂട്ടിക് അപ്രോച്ചും കൂടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിൽ അവിടെ നമ്മളെ തരുണിയിലൊക്കെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഹെഡ് മസാജുകളുണ്ട്. ഹെഡ് മസാജ്, അതേപോലെ തലയിലേക്കുള്ള ധാരകൾ, തളങ്ങൾ, പിന്നെ ഇൻറ്റേർണൽ മെഡിസിൻസ് ആവശ്യമുള്ള കേസുകളിൽ ഇൻറ്റേർണൽ മെഡിസിൻ കൊടുക്കണം. മെഡിസിൻസ് ഉണ്ട്. അത് മാനസികത്തിൻ്റെ രീതിയിലേക്കാണ് നമ്മൾ അതിനെ കാണുക. സ്ട്രെസ് എന്നുള്ളത്, സ്ട്രെസ്സും മാനസികം എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ടേമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ മാനസികം എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്ത് എന്നുള്ളൊരു അവസ്ഥ മനസ്സിലാക്കാൻ പറ്റില്ല.